അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, എന്തെല്ലാമുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും റാഹത്താണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഭാഗങ്ങൾ എടുത്തിരുന്നു, ഒരു പാരഗ്രാഫ് 3 വരി നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ മക്കൾ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്നെടുത്ത പാഠത്തിൻ്റെ മലയാളം അല്ലെങ്കിൽ നിങ്ങൾ അർത്ഥം വെച്ച് തരുന്ന ഒരു വോയിസ് എല്ലാവരും നിർബന്ധമായിട്ടും എനിക്ക് പേഴ്സണലായിട്ട് അയക്കണം. അങ്ങനെ അയച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ CC മാർക്കായിട്ടും ഇൻഷാ അല്ലാഹ് അതൊക്കെ പരിഗണിക്കും. അപ്പോൾ എല്ലാവരും അർത്ഥം വെക്കുന്നതായ രീതിയിലുള്ള ഒരു വോയിസ്, ഈ ലാസ്റ്റ് എടുത്ത പാരഗ്രാഫിൻ്റെ വോയിസ് നിങ്ങൾ എന്താക്കണം, എനിക്ക് അയക്കണം, മറക്കരുത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലാസ് എടുക്കാം. ആ പാരഗ്രാഫ് തൊളുഹുറുൽ മുഷ്കിലാത്തു തൊളുഹുറു പ്രകടമാകുന്ന സമയത്ത്. എന്ത് പ്രകടമാകുക? അൽ മുഷ്കിലാത്തു പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, ഇംഗ്ലീഷിൽ പ്രോബ്ലംസ് എന്ന് പറയും. അങ്ങനത്തെ പ്രശ്നങ്ങൾ വെളിവാകുന്ന സമയത്ത്, പ്രകടമാകുന്ന സമയത്ത്. എവിടെ? ഫിൽ ഹയാത്തി സൗജിയത്തി വൈവാഹിക ജീവിതത്തിൽ, വിവാഹം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ. അപ്പോൾ വിവാഹം കഴിഞ്ഞുള്ള ജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ വെളിവാകുന്ന സമയത്ത് യഖുദു സൗജാനി ഫി ശക്വ. ഞാൻ വായിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ വായിക്കുകയും ചെയ്യണം. ഈ PDF നോക്കിയിട്ട് നിങ്ങൾ വായിക്കുകയും ചെയ്യണം ഇൻഷാ അല്ലാഹ്. യഖുദു സൗജാനി, ഭാര്യയും ഭർത്താവും. യഖുദ് എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങും, യഖുദ് തുടങ്ങും. അസ്സൗജാനി, ഭാര്യയും ഭർത്താവും തുടങ്ങും. എന്തിന്? ഫി ശക്വ, പരാതിപ്പെടാൻ വേണ്ടിയിട്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താകും? പരാതിപ്പെടാൻ തുടങ്ങും. പല പരാതികളേക്കാരം. നിങ്ങൾ എന്നെ അങ്ങോട്ട് എവിടെ കൊണ്ടുപോയില്ല, ബീച്ചിൽ കൊണ്ടുപോയില്ല. അല്ലെങ്കിൽ ഭർത്താവ് എന്ത് പറയും? ചോറിൽ ഭയങ്കര ഉപ്പ് ചെയ്യുന്നു. അങ്ങനെ പരസ്പരം ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും എന്താകും? ഭയങ്കര പരാതികളായിരിക്കും. അപ്പോൾ യഷ്കു സൗജു ഭർത്താവ് എന്താകും? യഷ്കു പരാതിപ്പെടും. ഫയഖൂലു അവൻ പറയും, സൗജത്തി എൻ്റെ ഭാര്യ, ലാ തസ്തമിയു ഇലയ്യ, ലാ തസ്തമിയു അവളെന്താകുന്നില്ല, കേൾക്കുന്നില്ല, ഇലയ്യ എന്നിലേക്ക്. ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെന്താകണില്ല, ഞാൻ പറഞ്ഞൊന്നും എൻ്റെ ഭാര്യ കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അവളോട് ഞാൻ അടിച്ചോരാൻ പറഞ്ഞാലും എന്താ അടിച്ചു വരില്ല, അല്ലെങ്കിൽ അവളോട് ഞാൻ നിസ്കരിക്കുമെന്ന് പറഞ്ഞാലും നിസ്കരിക്കുന്നില്ല. അങ്ങനെ ഭർത്താവ് എന്താകും? പരാതി പറയും. അടുത്ത പരാതി എന്താ? തതകല്ലമു ഓള് സംസാരിക്കുന്നു. മാ സ്വദീഖാത്തിഹ അവളുടെ കൂട്ടുകാരികളോട്. ഫിൽ ഹാത്തിഫി അവളുടെ മൊബൈൽ ഫോണിൽ. കസീറൻ ധാരാളം. അപ്പം ഞാൻ നോക്കുമ്പോഴെല്ലാം എന്തായിരിക്കണം, ഓള് എപ്പോഴും തൻ്റെ കൂട്ടുകാരികളോടാണ് സംസാരിക്കുന്നത്, എന്നോട് തീരെ സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ പരാതി പറയാണ്. ഭർത്താവ് ഭാര്യയെ പറ്റിയിട്ടുള്ള പരാതികളാണ് പറയുന്നത്. ഓക്കെ. ഓളെന്താകുന്നു? തൻ്റെ കൂട്ടുകാരികളോട് കൂടുതൽ സമയം ഫോണിൽ ചിലവഴിക്കുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് അടുത്ത പരാതി പറഞ്ഞത്. പിന്നെ പരാതി എന്താ പറഞ്ഞത്? വതദ്ഹബു അവളെന്താകുന്നു? അങ്ങാടിയിലേക്ക് പോകുന്നു. വതദ്ഹബു അവൾ പോകുന്നു. ഇലസൂഖി അങ്ങാടികളിലേക്ക്. കസീറ ധാരാളം. പിന്നോട് പറയാതെ എന്താവാണ്? ഓൾ കറങ്ങി തിരിയാനൊക്കെ പോവുകയാണ് നമ്മളോടൊന്നും പറയാതെ. അതും പരാതി പറയും. അടുത്ത പരാതി എന്താ? തെഷ്തരി അവൾ വാങ്ങുന്നു. ഇഷ്തറ എഷ്തരി എന്ന് പറഞ്ഞാൽ അവൾ വാങ്ങുന്നു. അഷ്യ ധാരാളം വസ്തുക്കൾ. എങ്ങനത്തെ വസ്തുക്കളാണ്? ലാ നഹ്താജു നമുക്ക് ആവശ്യമില്ല, ഇലൈഹ അതിലേക്ക്. അപ്പോൾ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ എന്താകുന്നുണ്ട്, അവൾ ഷോപ്പിങ്ങിന് പോയിട്ട് വാങ്ങിക്കൂട്ടുണ്ട്. ആവശ്യമില്ലാത്ത കുറേ ഡ്രസ്സ് എടുക്കുകയാണ് അല്ലേ, ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാരി കൂട്ടൂലേ, അങ്ങനെ അവൾ ചെയ്യുന്നുണ്ട് എന്നുള്ള അടുത്ത പരാതി മോൻ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പരാതി കേട്ടപ്പോൾ നമ്മളെ ഭാര്യ ഓള് പരാതി പറയാണ് ഭർത്താവിനെ കുറിച്ചിട്ട്. അപ്പോൾ തഷ്കു സൗജത്തു ഭാര്യ എന്താകുന്നു? തഷ്കു പരാതി പറയുന്നു. അത് സൗജത്തു ഭാര്യ. ഫതഖൂലു അപ്പോൾ ഓളിങ്ങനെ പറയാട്ടോ, എന്തൊക്കെയാണ് പരാതി എന്നുള്ളത് പറയാണ്. സൗജി എൻ്റെ ഭർത്താവ്, യതകല്ലമു അവനെന്താകുന്നു? സംസാരിക്കുന്നു. തൂലൽ വക്തി കുറേ ടൈം, ലോങ് ടൈം എന്നൊക്കെ പറയില്ലേ, ധാരാളം സമയം എന്താകുന്നു? അവൻ സംസാരിക്കുന്നു. എന്ത്? ഫി സിയാസത്തി എന്ത്? ഫുൾ രാഷ്ട്രീയമായിട്ടും റിയാദത്തി സ്പോർട്സായിട്ടും. അപ്പോൾ എൻ്റെ ഭർത്താവ് സംസാരിക്കുന്നതൊക്കെ പൊളിറ്റിക്സിലെ ഇപ്പോൾ രാഷ്ട്രീയമായ കാര്യങ്ങളും
അതുപോലെ സ്പോർട്സിലെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. എന്നോട് സ്നേഹത്തോടെ എന്താകുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന് ഭാര്യയും എന്താകുന്നു, പരാതി പറയുന്നു. അപ്പോൾ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ട്, പരാതിയുണ്ട്. ഭാര്യയുടെ പരാതിയാണ് എന്നോട് അവളോട് എന്താകുന്നില്ല, അവളുടെ ഭർത്താവ് സംസാരിക്കുന്നില്ല എന്നത്. അതുപോലെ അടുത്ത പരാതി എന്താ ഭാര്യ പറയുന്നത്, വയക്കലി, എൻ്റെ ഭർത്താവുണ്ടല്ലോ അവൻ എന്താകുന്നു, വയക്കലി അവൻ ചിലവഴിക്കുന്നു, വക്കത്തൻ തൊവീലൻ എന്ന് പറഞ്ഞാൽ ധാരാളം നീണ്ട സമയം എന്താകുന്നു, ചിലവഴിക്കുന്നു. എവിടെ, ഖാരിജൽ ബൈത്തി, വീടിൻ്റെ പുറത്ത്. അതായത് ഫുള്ളോൻ എന്താണ്, പുറത്താണ്. എൻ്റെ കൂടെ എന്താവണില്ല, വീട്ടിലൊന്നും നിൽക്കുന്നില്ല എന്നാണ്. അവൾ എന്നെ എന്താക്കുന്നില്ല, അടുക്കളയിലൊന്നും സഹായിക്കുന്നില്ല, എല്ലാ സമയത്തും കളിയും ചിരിയും, അങ്ങനെയൊക്കെയാണ് ഭർത്താവ് എന്നാണ് അടുത്ത പരാതിയിൽ തൻ്റെ ഭാര്യ പറയുന്നത്. ഇനി അടുത്ത പരാതി എന്താണ്, യകൂനു ഫിൽ ബൈത്തി. ഇനി അഥവാ വീട്ടിലുണ്ടാണെങ്കിൽ തന്നെ എന്തായി കാര്യം, ഫുള്ള് ഫോണിൽ കളിച്ചിരിക്കുക, ഗെയിം കളിക്കുക, അങ്ങനെയൊക്കെ കാര്യം എന്നാണ് അടുത്ത പരാതി പറയുന്നത്. യകൂനു ഫിൽ ബൈത്തി, അവൻ വീട്ടിലാണെങ്കിൽ, യകൂൻ അവൻ ഉണ്ടാകുന്ന സമയത്ത്, ഫിൽ ബൈത്തി തൻ്റെ വീട്ടിലുണ്ടാകുന്ന സമയത്ത്, യഖ്ലിൽ വഖ്ത അവൻ ചിലവഴിക്കുന്നു, അൽ വഖ്ത അവൻ്റെ ടൈം മുഴുവൻ എന്താകുന്നു, ചിലവഴിക്കുന്നു, ഫി ഖിറാഅത്തി സുഹുഫി പത്രങ്ങൾ വായിക്കുന്നതിലും, വൽ മജല്ലാത്തി അല്ലെങ്കിൽ മാഗസിൻസ്, മാഗസിൻ, മജല്ലത്തും ജമ്മ മജല്ലാത്ത് എന്ന് പറഞ്ഞാൽ മാഗസിൻ വായിക്കാൻ എന്താകുന്നു, അവൻ സമയം ചിലവഴിക്കുന്നു. അല്ലെങ്കിൽ മഅൽ ഹാസൂബി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്താകുന്നു, അവൻ സമയം ചിലവഴിക്കുന്നു. കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചിട്ടും, ഹാസൂബ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലെ ഗെയിം കളിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടോ എന്താകുന്നു, അല്ല ടി വിയിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ കണ്ടിട്ടോ അവൻ സമയം ചിലവഴിക്കുകയാണ്. എന്നോട് കൂടെ ഒന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്നോട് കൂടെ ഒന്ന് വർത്തമാനം പറയാൻ എന്താകുന്നില്ല, അവൻ വരുന്നില്ല എന്നൊക്കെയാണ് ഭാര്യയുടെ അടുത്ത പരാതി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താകുന്നുണ്ട്, പരസ്പരം തല്ലുകൂടലും പരാതികളൊക്കെ ആയിട്ട് ഭാര്യയുടെ വൈവാഹിക ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറഞ്ഞ പോലെ എന്താകണം, നിങ്ങൾ വോയിസ് അർത്ഥം വെച്ചുകൊണ്ടുള്ള പറഞ്ഞ പാരഗ്രാഫ്, ലാസ്റ്റ് എടുത്ത പാരഗ്രാഫ് അർത്ഥം വെച്ചുകൊണ്ടുള്ള ഒരു വോയിസ് എല്ലാവരും എന്താക്കണം, തയ്യാറാക്കി എന്നിലേക്ക് അയക്കണം. അങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ നിങ്ങളുടെ അറ്റൻഡൻസ് ഇൻഷാ അല്ലാഹ് ഞാൻ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. മഅസ്സലാമ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.